അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രബോധന ജീവിതം കണ്ട ഏറ്റവും ഭീഷണമായ ഒരു സാഹചര്യമായിരുന്നു അഹ്സാബ് യുദ്ധത്തിൻ്റെ അഥവാ ഖന്തക് യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഉണ്ടായത്. നമുക്കറിയാം, ഖുറൈശികളും ബനു ഗത്ഫാൻ ഗോത്രക്കാരുമായ 10,000 ആൾക്കാരാണ് മദീനയെ ലക്ഷ്യമാക്കി പടച്ചട്ടയണിഞ്ഞിരിക്കുന്നത്. അവർ നേരെ ചൊവ്വെ മദീനയിലേക്ക് ഇരച്ചു കയറുകയാണ് എങ്കിൽ അത് അചിന്തനീയമായൊരു കാര്യമായിരിക്കും. കാരണം ആകെ മദീനയിൽ സ്ത്രീകളെയും പുരുഷന്മാരെയും ഒക്കെ കൂട്ടിയാൽ തന്നെ 3,000-4,000 ആൾക്കാരേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കിടങ്ങ് എന്ന പദ്ധതിയിലേക്ക് പോയി. പെട്ടെന്നുള്ള ഇരച്ചു കയറ്റത്തെ തടയുക എന്നതാണ് അതിൻ്റെ ഒരു പ്രധാന പ്രതീക്ഷ. എന്തായിരുന്നാലും വളരെ ശ്രമകരമായിരുന്നു കിടങ്ങിൻ്റെ നിർമ്മാണം. നമ്മൾ കഴിഞ്ഞ സംസാരത്തിൽ പറഞ്ഞു കേട്ടു. അത് ഇത്രയും 10,000 ആൾക്കാരെ, വാശിയോടുകൂടെ വരുന്ന 10,000 ആൾക്കാരെ തടഞ്ഞു നിർത്തണമെങ്കിൽ അത് തീർച്ചയായിട്ടും ഒരുപാട് അധ്വാനമുള്ള കാര്യമായിരുന്നു. പക്ഷേ ആ അധ്വാനത്തെ എല്ലാം മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അവർക്ക് അതിനെയെല്ലാം മറച്ചു പിടിക്കുന്ന കാര്യങ്ങൾ. ഒന്നാമത്തേത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോടൊപ്പം ഉണ്ട് എന്നതാണ് ഒന്ന്. മറ്റൊന്ന്, നബിയും സഹാബിമാരുമൊക്കെ അവിടെ വളരെ ക്ലേശകരമായ ഈ അധ്വാനത്തിൽ ഏർപ്പെടുമ്പോഴും അവരൊക്കെ പ്രകടിപ്പിച്ചിരുന്ന വലിയ ആത്മവീര്യങ്ങളുണ്ട്. അത് കവിതകളായി, വാചകങ്ങളായി സദാ അവിടെ അലയടിച്ചു കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. മറ്റൊരു കാര്യം, നിരവധി മുഅ്ജിസത്തുകൾ, അപ്രതീക്ഷിതമായ അമാനുഷികമായ കാര്യങ്ങൾ അവിടെ ഉണ്ടായി. അതൊക്കെ തന്നെയും, അതിൻ്റെ വിശദാംശങ്ങൾ ചിലതൊക്കെ നമ്മൾ പറഞ്ഞു, അതൊക്കെ തന്നെയും മുസ്ലിമീങ്ങളുടെ മാനവീയാത്ത്, അതായത് മാനസികമായ ആ ഒരു ഊർജം, അതിനെ കാത്തു സൂക്ഷിക്കുകയും അതിനെ വളർത്തി വലുതാക്കുകയും ചെയ്തു എന്നാണ് വേണ്ടത്. അങ്ങനെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഏതാണ്ട് 3,000 ആൾക്കാരെന്നാണ് പറയുന്നത്, അല്ല അത്രയും ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്ന അഭിപ്രായങ്ങളുമുണ്ട്. ഏതായിരുന്നാലും ഉണ്ടായിരുന്ന ആൾക്കാരെയുമായി മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ കിടങ്ങിൻ്റെ പിറകുവശത്തേക്ക് പുറപ്പെട്ടു. അതായത് കിടങ്ങ് അവരുടെ മുൻഭാഗത്ത്, അവരുടെ പിന്നിലാണെങ്കിലോ സിലാഴ് പർവ്വതം. ഇപ്പോൾ മദീന മുനവറയിൽ പോകുന്ന ആൾക്കാർക്ക് സബോ മസാജിദ് എന്ന് വിളിക്കപ്പെടുന്ന ആ പ്രദേശത്തുള്ള മസ്ജിദുൽ ഫത്ഹ് എന്ന വലിയ പള്ളിയുണ്ടല്ലോ, ആ പള്ളിയുടെ പിൻവശത്തായി കാണുന്ന ആ പർവ്വത നിരയാണ് സിലാഴ് പർവ്വതം എന്നത്. അപ്പോൾ പിന്നിൽ പർവ്വതം, മുമ്പിൽ കിടങ്ങ്. അപ്പോൾ മുന്നിൽ നിന്നുള്ള ശത്രുവിനെ കിടങ്ങ് പ്രതിരോധിക്കുന്നു, പിന്നിൽ നിന്നുള്ള ശത്രുവിനെ മല പ്രതിരോധിക്കുന്നു. ഈ ഒരു അവസരത്തിൽ, ഈ ഒരു സാഹചര്യത്തിലാണ്, ഈ ഒരു രീതിയിലാണ് അവർ എത്തി നിന്നത്. ഹാമീം ലാ യുൻസറൂൻ എന്നതായിരുന്നു അന്നത്തെ മുദ്രാവാക്യം. നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ യുദ്ധങ്ങൾ പരിശോധിക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ കാണുന്ന ഒരു കാര്യമാണിത്. അതായത് ഓരോ യുദ്ധത്തിലും ഒരു 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 പ്രമേയം, ഒരു പ്രമേയവാക്യം നമ്മൾ പറയാറില്ല, മോട്ടോ എന്നൊക്കെ പറയാറില്ലേ, എന്ന പോലെ ഒന്നും ഉണ്ടാകുമായിരുന്നു എന്നാണ്. അത് നമ്മൾ ബദറിലും കാണുന്നുണ്ട്, ഉഹദിലും കാണുന്നുണ്ട്. അതേപോലെ തന്നെ ഈ അഹ്സാബ് യുദ്ധത്തിൽ, ഖന്തക് യുദ്ധത്തിലുമുണ്ട്. അത് ഹമീം ലാ യുൻസറൂൻ എന്നതായിരുന്നു. ഈ പ്രമേയം എന്ന് പറയുന്നത്, ഈ മോട്ടോ എന്ന് പറയുന്നത് സത്യത്തിൽ അതൊരു വൈകാരികതയെ പ്രദാനം ചെയ്യാനുള്ളതാണ്. ആ വാക്ക് പറയുമ്പോൾ ഒരു ഉണർവും ഉന്മേഷവും എവിടെ നിന്നെല്ലാം അവർക്ക് വരും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഏതായിരുന്നാലും ശത്രുക്കൾ നേരത്തെ തമ്പടിച്ച സ്ഥലങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. അവിടെ നിന്ന് അവരും ഇറങ്ങി അവർ നേരെ മദീനയിലേക്ക് കയറാൻ ശ്രമിക്കുമ്പോൾ അവർ അത്ഭുതപ്പെട്ടു പോയി. അവർ സ്തബ്ധരായി നിന്നു ഒരു നിമിഷം. മുമ്പിൽ ഒരു വലിയ കിടങ്ങ്. അവരൊക്കെ വലിയ യോദ്ധാക്കളാണ്, അവരൊക്കെ വലിയ പടയാളികളാണ്, ചോര കണ്ട് അറപ്പ് മാറിയ ആൾക്കാരാണ്. പക്ഷേ അവരുടെ യുദ്ധക്കളങ്ങളിലൊന്നും ഇന്ന് വരെ ഇങ്ങനെ ഒന്ന് കണ്ടിട്ടില്ല. മുമ്പ് ഹർബുൽ ബസൂസിൽ ഒരു കാണാത്ത ഒരു യുദ്ധമുറ ഉണ്ടായിരുന്നു. അത് രാത്രി യുദ്ധം ചെയ്യുക എന്നതായിരുന്നു. അത് ഹർബുൽ ബസൂസിൻ്റെ ചരിത്രം പറയുന്നിടത്ത് പറയുന്നുണ്ട്. ഇത് അറബികൾക്കും അറേബ്യക്കും ചിരപരിചിതമല്ലാത്ത ഒന്നായിരുന്നു.
മറ്റൊന്നുമല്ല, ഒരു വലിയ കിടങ്ങ്. അവർ ആ കിടങ്ങ് കണ്ട് ശരിക്കും സ്തബ്ധരായിപ്പോയി, ആശ്ചര്യഭരിതരായിപ്പോയി. പക്ഷേ അവരുടെ ഉള്ളിലെ വാശി അത് വളരെ വലുതായിരുന്നു. അതിങ്ങനെ ജ്വലിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. മാത്രമല്ല, വാശി പിടിക്കുമ്പോൾ ഉണ്ടാകുന്ന ജ്വലനം മാത്രമല്ല അതിൻ്റെ ഒരു പ്രത്യേകത. അതായത് ഈ വാശി നമുക്ക് വിജയിപ്പിച്ചെടുക്കാൻ കഴിയും എന്ന ഒരു ഉറച്ച ആത്മവിശ്വാസം അതും കൂടി ഉണ്ടാകുമ്പോഴാണ് ശരിക്കും വാശി ഒരു വാശിയായിത്തീരുന്നത്. ഇവിടെ അവർക്ക് ഉറപ്പാണ്, ഇന്ന് നമ്മൾ തോൽക്കുമെന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ല. കാരണം 10,000 ആൾക്കാരുണ്ട്, 10,000 ആൾക്കാർ. അപ്പോൾ തീർച്ചയായും വിജയിക്കുമെന്ന് ഉറപ്പിച്ചു വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു ഓബ്സ്റ്റക്കിൾ, ഒരു തടസ്സം മുന്നിൽ വന്നിരിക്കുന്നത്. പക്ഷേ ആ വാശിയുടെ ശക്തി കാരണത്താൽ അവർ തിരിച്ചു പോരുകയോ ശ്രമം ഉപേക്ഷിക്കുകയോ ഒന്നും ചെയ്തില്ല. അവർ മുസ്ലിങ്ങൾക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തി. കാരണം ജോഗ്രഫിക്കലി അവരും ആ കാഴ്ച കാണുന്നുണ്ടായിരുന്നു. കിടങ്ങിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന, സിലാ പർവ്വതത്തിൻ്റെയും കിടങ്ങിൻ്റെയും ഇടയിൽ നിൽക്കുന്ന ആൾക്കാർ അവരുടെ വീട്, അവരുടെ വീട്ടുകാർ അതൊക്കെ മദീന നഗരത്തിലാണ്. അവർക്ക് വേണ്ട ഭക്ഷണം അതും മദീനയിലാണ്, അവർക്ക് വേണ്ട വെള്ളം അതും മദീനയിലാണ്. ഇവിടെ അവർക്കൊന്നുമില്ല. ഇവിടെ അവർ പ്രതിരോധിക്കാൻ വന്നതാണ്. അപ്പോൾ ഇനി അവർക്ക് അവരെ അവിടെ ഉപരോധിക്കുക, അവരെ ഇങ്ങോട്ടും പുറത്തേക്ക് കടക്കാതെ അങ്ങനെ അവർ ഉപരോധിച്ചു. ശക്തമായ ഉപരോധം ഏർപ്പെടുത്തിയതിന് ശേഷം പിന്നെ അവർ ചുറ്റുഭാഗവും നടന്നു നോക്കി. എന്താണ് അവർ നടന്നു നോക്കുന്നത് എന്നല്ലേ പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.